റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 ട്രയംഫിന്റെ ശേഷിക്കുന്ന 2 സ്ക്വാഡ്രണുകൾ 2026-27 ഇന്ത്യക്ക് കൈമാറാമെന്ന് റഷ്യ. ചൈനയിലെ കിങ്ഡാവോയിൽ നടന്ന SCO പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇന്ത്യക്ക് റഷ്യ ഉറപ്പ് നൽകിയത്. പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യോമ പ്രതിരോധ സംവിധാനമായിരുന്നു S-400 ട്രയംഫ്. സർഫേസ് ടു എയർ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കരുത്തിൽ പാകിസ്ഥാന്റെ നിരവധി മിസൈലുകൾ ഇന്ത്യ തകർത്തിരുന്നു. കരാർ പ്രകാരം ശേഷിക്കുന്ന 2 സ്ക്വാഡ്രണുകൾ 2026-27 ആകുമ്പോഴേക്കും ഇന്ത്യക്ക് നൽകാമെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് ഉറപ്പ് നൽകിയതായാണ് റിപ്പോർട്ട്. നിലവിൽ റഷ്യൻ നിർമ്മിത S-400 ട്രയംഫിന്റെ 3 സ്ക്വാഡ്രണുകളാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. 2018 റഷ്യയുമായി ഒപ്പുവെച്ച $5.43 ബില്യൺ കരാറിൽ 2023 അവസാനത്തോടെ ഇന്ത്യക്ക് 5 സ്ക്വാഡ്രണുകളും ലഭിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം കാരണം ബാക്കി 2 സ്ക്വാഡ്രണുകൾ ഇന്ത്യക്ക് കൈമാറുന്നത് വൈകുകയാണ്. ഓരോ S-400 സ്ക്വാഡ്രണിലും 128 മിസൈലുകളുള്ള 2 മിസൈൽ ബാറ്ററികളാണുള്ളത്. 120, 200, 250, 380 കിലോമീറ്റർ ഇന്റർസെപ്ഷൻ ശ്രേണികൾ, റഡാറുകൾ, ഓൾ ടൈറൻ ട്രാൻസ്പോർട്ടർ, എറക്ടർ വാഹനങ്ങൾ എന്നിവയും ഇതിലുണ്ട്. ചൈനയും പാകിസ്ഥാനെയും നേരിടുന്നതിനായി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ കിഴക്കൻ മേഖലകളിലായാണ് 3 S-400 സ്ക്വാഡ്രണുകളെ ഇന്ത്യൻ വ്യോമസേന വിന്യസിച്ചിരിക്കുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 4ാമത്തെ സ്ക്വാഡ്രൺ അടുത്ത വർഷവും 5ാമത്തേത് 2027 ഇന്ത്യക്ക് ലഭിച്ചേക്കും. അതേസമയം DRDO പ്രൊജക്ട് കുഷയ്ക്ക് കീഴിൽ 350 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനവും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 21,700 കോടി രൂപ ചെലവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 5 സ്ക്വാഡ്രണുകൾ ായിരിക്കും DRDO തയ്യാറാക്കുക എന്നാണ് വിവരം. 2028-2029 ഈ സംവിധാനം പ്രവർത്തനക്ഷമമാക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നുവെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റഷ്യ വികസിപ്പിച്ച ദീർഘദൂര ഭൂതല വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് S-400 ട്രയംഫ്. ലോകത്ത് നിലവിലുള്ള ഏറ്റവും നൂതനവും ശക്തവുമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായിട്ടാണ് S-400 ട്രയംഫിനെ കണക്കാക്കുന്നത്. വ്യോമ ഭീഷണികൾക്കെതിരെ ഫലപ്രദമായ പ്രതിരോധം നൽകാൻ കഴിവുള്ളതാണിത്. ഡ്രോണുകൾ, മിസൈലുകൾ, റോക്കറ്റുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയുൾപ്പെടെ മിക്കവാറും എല്ലാത്തരം വ്യോമാക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാനുള്ള കഴിവ് ഇതിനുണ്ട്. SA-21 ഗ്രോളർ എന്ന നാറ്റോ നാമകരണം ചെയ്ത S-400-ന് നുഴഞ്ഞുകയറ്റ വിമാനങ്ങൾ, ആളില്ലാ വിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയും നേരിടാൻ കഴിയും. ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു കവചമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ സംവിധാനം ഒരു ദീർഘദൂര ഉപരിതല എയർ മിസൈൽ സംവിധാനമാണ്. റഷ്യയുടെ അൽമാസ് സെൻട്രൽ ഡിസൈൻ ബ്യൂറോയാണ് ഇത് വികസിപ്പിച്ചത്. 2007 കമ്മീഷൻ ചെയ്തതു മുതൽ S-400 അതിന്റെ ദൂരപരിധി, വേഗത, വൈദഗ്ധ്യം എന്നിവയാൽ വ്യോമ പ്രതിരോധത്തിൽ ഉരുക്കുകോട്ടയായി നിലകൊള്ളുന്നു. ഒരു മൊബൈൽ മിസൈൽ പ്രതിരോധ സംവിധാനമായ ഇത് ദീർഘദൂര ലക്ഷ്യങ്ങളെ കണ്ടെത്തുകയും ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കുകയും ചെയ്യുന്നു. 4 തരം മിസൈലുകളാലാണ് ഈ സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നത്. 9M96E, 9M96E2, 48N6DM, 40N6 എന്നിവ. 600 കിലോമീറ്റർ പരിധിയുള്ള വസ്തുക്കൾ വരെ ട്രാക്ക് ചെയ്യാനും 400 കിലോമീറ്റർ പരിധിയിൽ വസ്തുക്കളെ ലക്ഷ്യമിടാനും ഇതിന് കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനൊപ്പം 360 ഡിഗ്രി റഡാറും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് ഭീഷണികൾക്കെതിരെ വേഗത്തിലും വിവിധ തലങ്ങളിലുമുള്ള പ്രതികരണം നൽകുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.